ഹരി ഓം. ദശകം 43, ശ്ലോകം 8. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപരിരബ്ധവിജുംബിതാംഗം ആദാതുകാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. പദച്ഛേദം നോക്കാം. ഏകം ആശു, ഏകം ആശു, ഏകൈകമാശു, ഏക പ്ലസ് ഏകം പ്ലസ് ആശു, ഏകൈകമാശു പരിഗൃഹ്യ നികാമ നന്ദൻ, ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ, നന്ദ പ്ലസ് ആദി, നന്ദാദി ഗോപ പരിരബ്ധ വിജുംബിത അംഗം, വിജുംബിത പ്ലസ് അംഗം, വിജുംബിതാംഗം, നന്ദാദിഗോപ പരിരബ്ധ വിജുംബിതാംഗം, ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപ പരിരബ്ധ വിജുംബിതാംഗം, ആദാതുകാമ, ആദാതുകാമ പരിശങ്കിത ഗോപനാരീ, ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്ത അംബുജ, ഹസ്ത പ്ലസ് അംബുജ, ഹസ്താംബുജ പ്രപതിതം, ഹസ്താംബുജ പ്രപതിതം പ്രണുമഃ ഭവന്തം, പ്രണുമോ ഭവന്തം, ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപരിരബ്ധ വിജുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകം 8 ആ സന്തോഷാതിശയത്താൽ നന്ദാദി ഗോപന്മാർ ഓരോരുത്തരായിട്ട് ഉണ്ണിയെ എടുത്ത് ചുംബിക്കുന്നു, ഗോപസ്ത്രീകളുടെ കൈകളിൽ കൊടുക്കുന്നു. അന്വയം. ഏകൈകം ആശു പരിഗൃഹ്യ നികാമ നന്ദ നന്ദാദി ഗോപ പരിരബ്ധ വിജുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം ഭവന്തം പ്രണുമഃ. ഏകൈകമാശു, ഏകൈകമാശു എന്ന് വെച്ചാൽ എന്താണ്? ഓരോരുത്തരായിട്ട് വേഗത്തിൽ, ഏകൈകമാശു ഓരോരുത്തരായിട്ട് വേഗത്തിൽ പരിഗൃഹ്യ എടുത്തിട്ട്, ഏകൈകമാശു പരിഗൃഹ്യ ഓരോരുത്തരായിട്ട് വേഗത്തിൽ എടുത്തിട്ട്, ആരെ? ഉണ്ണിക്കണ്ണനെ എടുത്തിട്ട് നികാമ നന്ദ നന്ദാദി ഗോപ പരിരബ്ധ വിജുംബിതാംഗം, നികാമനന്ദ ഏറ്റവും സന്തോഷിച്ച നന്ദാദി ഗോപന്മാരാൽ മാറോട് ചേർത്ത് അണയ്ക്കപ്പെട്ടതും ചുംബിക്കപ്പെട്ടതും. അപ്പം ഭഗവാനെ ഓരോരുത്തരായിട്ട്, ഉണ്ണിക്കണ്ണനെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കുകയാണ്, എൻ്റെ കയ്യിലോട്ട് തരുമെന്നും പറഞ്ഞ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വേഗത്തിലെടുത്തിട്ട് ഏറ്റവും സന്തോഷിച്ച നന്ദാദി ഗോപന്മാരാൽ അവർ മാറോട് ചേർത്ത് അണയ്ക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യപ്പെട്ട് ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം, എന്നിട്ടോ എടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് ശങ്കിച്ച് നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ കൈകളിലേക്ക് മാറി മറിഞ്ഞ് ചാടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലേക്കും പോവുകയാണ്. ആദ്യമേ നന്ദനന്ദാദി ഗോപന്മാരും ആടോട് ചേർത്ത് അണയ്ക്കപ്പെട്ടും ചുംബിക്കപ്പെട്ടും വച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആ ഗോപസ്ത്രീകളുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ കൊടുത്തു, അവിടുന്ന് അടുത്ത ആളുടെ കയ്യിലേക്ക് പോകുന്നു, അടുത്ത ആളുടെ കയ്യിലേക്ക് പോകുന്നു. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നും അടുത്ത ആളുടെ കയ്യിലേക്ക് ചാടിച്ചാടിയും ഇരിക്കുന്ന ഭവന്തം പ്രണുമഃ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, നന്ദഗോപരും മറ്റും ഗോപന്മാരും കരതലത്തിൽ ഇങ്ങനെ എടുത്ത്
ഓരോരോ അവയവങ്ങളിലായിട്ട് മാറി മാറി ചുംബിച്ച ആ നന്ദനന്ദനരൂപിയായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയെ കണ്ടു കിട്ടിയതിൽ അത്യാഹ്ലാദത്തോടെ എടുക്കാനായിട്ട് മുമ്പോട്ട് വന്ന് ആ കൈ നീട്ടിയ ഓരോരോ ഗോപിയുടെയും കരങ്ങളിലേക്ക് ഒരു കരിവണ്ടിനെ എന്ന പോലെ പറന്നു കയറിയ നിന്തിരുവടിയെ ഞാൻ പ്രണമിക്കുന്നു. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപരിരബ്ധ വിജുംബിതാംഗം ആദാതുകാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം.